മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഒരു ചാനലിൽ പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന കുറേ വരികൾ കേൾക്കാനിട വന്നു. ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരുമാണല്ലോ സ്വാഭാവികമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവുമെല്ലാം ഉയർത്തി കാണിച്ച് എന്നും പ്രതികരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇന്നലെയും അവരെല്ലാമായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ചില മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരണശാലകൾക്കെതിരെ നടന്ന കയ്യേറ്റ ശ്രമത്തിന് എതിരെ വാദിച്ചത്. ഏതായാലും അത് വളരെ വളരെ നല്ല കാര്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ലോകത്തിലെ എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ പത്രസ്വാതന്ത്ര്യവും ആവശ്യമാണ്. അത് ഭാരതം എന്ന രാഷ്ട്രം നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കുകയും വേണം. എങ്ങനെയാണോ വിശക്കുന്നവർക്ക് ഭക്ഷണം, എങ്ങനെയാണോ ദാഹിക്കുന്നവർക്ക് വെള്ളം, അങ്ങനെ തന്നെയാണ് ലോകത്തെക്കുറിച്ച് സ്വതന്ത്രമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവിധ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന അറിവുകളും അറിയിപ്പുകളും. അതുകൊണ്ട് പത്രസ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കേണ്ടതാണ്. ഒരു കാര്യത്തിൽ മാത്രമേ ദുഃഖമുള്ളൂ. ഹിന്ദുവിനെതിരെ, ഭാരതീയ പൈതൃകത്തിനെതിരെ, നമ്മുടെ സംസ്കാരത്തിനെതിരെ ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. പത്രസ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിച്ച് ഈ നാടിനും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവഹേളിക്കലും ആ അവഹേളിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തലും അപകീർത്തിപ്പെടുത്തലും അതെല്ലാമാണ് പത്രസ്വാതന്ത്ര്യം എന്ന് മാത്രം ധരിച്ചു മുമ്പോട്ട് പോകുന്നതിൽ ഒരു ദുഃഖം തോന്നി. പണ്ട് കർണാടകത്തില് അവിടുത്തെ ഒരു മുഖ്യമന്ത്രി യേശുദേവന്റെ പിതാവായ സെയിന്റ് ജോസഫ് എന്നൊരു പദം ഉപയോഗിച്ചു. ഞാനൊരു ചെറിയ കാര്യത്തെ വലിയ കാര്യമാക്കി പറയുകയല്ല. അതിനെതിരെ ബാംഗ്ലൂർ ബിഷപ്പും പ്രതിഷേധിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കന്യാമറിയത്തിന്റെ ഭർത്താവ് ജോസഫ്, അതുകൊണ്ടാണ് ഞാൻ യേശുവിൻ്റെ പിതാവെന്ന് പറഞ്ഞത്. ക്രിസ്ത്യൻ സമൂഹം പ്രതികരിച്ചു, യേശു ക്രിസ്തുവിൻ്റെ പിതാവ് യഹോവയാണ്, ദൈവപുത്രനാണ്, ജോസഫ് അല്ല. അന്നത്തെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. പക്ഷേ കർണാടകത്തിലെ ക്രൈസ്തവ സമൂഹം സ്കൂള് വരെ അടച്ച് ഹർത്താൽ ആചരിച്ചു. ഈ ഒരു പദപ്രയോഗം പിൻവലിക്കാത്തിടത്തോളം സ്കൂൾ തുറക്കില്ല എന്ന് പറഞ്ഞു. ഒരു പുരോഗമനവാദിയും ഒരു ഇടതുപക്ഷ പാർട്ടിയും ഒരു ബുദ്ധിജീവിയും ആ ക്രൈസ്തവര് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞില്ല. 6 ദിവസം സ്കൂൾ അടച്ച് വിദ്യാർത്ഥികളുടെ പഠനം മുടക്കിയത് തെറ്റാണെന്ന് പറഞ്ഞില്ല. തമിഴ്നാട്ടില് ജയലളിതയെ ചോറ്റാനിക്കര അമ്മയായും ഭഗവതിയായും ഭദ്രകാളിയായും എല്ലാം
ചിത്രീകരിച്ചപ്പോ അവിടുത്തെ ഹിന്ദുക്കള്, തമിഴ്നാട്ടിലെ ഹിന്ദുക്കള് ജയലളിതയെ പോലെയുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ ദേവിയായും ഭഗവതിയായും ചിത്രീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും യുക്തിവാദികളുമെല്ലാം ഓരോ ചിത്രകാരനും ആരെ എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അതുകൊണ്ട് ജയലളിതയെ ദേവിയോ ഭദ്രകാളിയോ ആയിട്ട് ചിത്രീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും അത് ചിത്രകാരന്റെ സ്വാതന്ത്ര്യമാണെന്നും വരെ വാദിച്ച് അവര് ധർണ നടത്തി. അതേ ദിവസം തന്നെ ജയലളിതയെ കന്യാമറിയമായിട്ട് വരച്ച് ചിത്രീകരിച്ച് ഇലക്ഷന് പോസ്റ്റർ വെച്ചപ്പോ തമിഴ്നാട്ടിലെ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് അതിനെ എതിർത്തപ്പോ ഈ മാധവൻകുട്ടിയും ഈ പിണറായി വിജയനും ഈ അച്യുതാനന്ദനും ഇവിടത്തെ യുക്തിവാദിയും ഇടമറുകും ഇവിടത്തെ ഹാർവാർഡ് MBA കാരനായ ബ്രിട്ടാസും ഒരക്ഷരം പോലും മിണ്ടിയില്ല. അപ്പൊ ഹിന്ദുവിനെ എങ്ങനെ വേണമെങ്കിലും തല്ലലാണ് പത്രസ്വാതന്ത്ര്യം. ഇവിടെ പണ്ട് പ്രഗത്ഭനായ ഒരു പെയിന്റർ, മുസ്ലിം പെയിന്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹനുമാന്റെയും സീതാദേവിയുടെയും ഭാരതമാതാവിന്റെയും സരസ്വതിയുടെയും ചിത്രം നഗ്നമായിട്ട് വരച്ച് അതിൽ ഹിന്ദുക്കൾ പ്രതിഷേധിച്ചപ്പോ ഇവിടെയുള്ള യുക്തിവാദികളും ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരും ചിത്രകാരന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാപ്പകൽ ആക്രോശിക്കുന്നത് കാണാമായിരുന്നു. അതേ ചിത്രകാരൻ അവനവന്റെ അമ്മയുടെ നഗ്നചിത്രം വരയ്ക്കോ, അവനവന്റെ ഭാര്യയുടെ നഗ്നചിത്രവും കൂടി ഒന്ന് അതിന്റെ കൂട്ടത്തിൽ വരയ്ക്കായിരുന്നില്ലേ? അവനവന്റെ മകളുടെ നഗ്നചിത്രവും കൂടി ഒന്ന് വരയ്ക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ഈ പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി ആക്രോശിച്ചവരുടെ ഭാര്യയുടെയോ മകളുടെയോ അമ്മയുടെയോ ചിത്രം ഒന്ന് അങ്ങനെ വരയ്ക്കാൻ പറയായിരുന്നില്ലേ? പത്രസ്വാതന്ത്ര്യം ഞാൻ ഇതാ നിലനിർത്തുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്തേ അത് ചെയ്തില്ല? കന്യാമറിയത്തിന്റെ ചിത്രവും അങ്ങനെ വരയ്ക്കായിരുന്നില്ലേ? ഒന്ന് ഭരണങ്ങാനത്തെ അൽഫോൺസാമ്മയുടെയും ഏവു പ്രാസ്യാമ്മയുടെയും ചാവറയച്ഛന്റെയും ചിത്രം ചിത്രകാരന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞൊന്ന് വരച്ചാൽ ഈ പുരോഗമന സാഹിത്യ കലാവേദിയും ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളുമെല്ലാം എങ്ങനെയാ പ്രതികരിക്കുക? അല്ലെങ്കിൽ അവർ പ്രതികരിക്കോ? സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം ഭാരതത്തിൽ നിരോധിച്ചു. ഇസ്ലാമിനെ കുറിച്ച് എന്തോ 2-3 വരി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയത് തന്നെ ഒരു ഇസ്ലാമാണ്, ഒരു മുസ്ലിമാണ് എഴുതിയത്. ആ മുസ്ലിം എഴുതിയ പുസ്തകം നിരോധിച്ച് അദ്ദേഹത്തിനെതിരെ ഇന്നും വധഭീഷണി ഉണ്ടായിട്ട് ആ പുസ്തകത്തിനെതിരെ, ആ പുസ്തകം നിരോധിച്ചതിനെതിരെ ആ പുസ്തകം എഴുതിയവനെ അനുകൂലിച്ചുകൊണ്ടോ ഒരു വരി പോലും ഈ പത്രസ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ബുദ്ധിജീവികൾ ഒന്നും പറഞ്ഞത് കണ്ടില്ലല്ലോ. ഭാരതമാതാവിന്റെയും ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെയും നഗ്നചിത്രം വരച്ചപ്പോ ഒരു മുഹമ്മദ് നബിയുടെ ചിത്രം ഡെൻമാർക്കിൽ വരച്ചു എന്ന പേരില് ഇവിടെ ലക്നൌവിലും മീററ്റിലും ഇവിടെ ബോംബെയിലുമെല്ലാം പല സ്ഥലത്തും തീ കത്തി. അപ്പോഴും ഈ പുരോഗമനവാദികളും യുക്തിവാദികളും ഇടതുപക്ഷക്കാരും ഒന്നും പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി വെല്ലുവിളിച്ച് നടന്നില്ലല്ലോ. അപ്പൊ ഹിന്ദുവിനെയോ ഹിന്ദുവുമായി ബന്ധപ്പെട്ട എന്തിനെയെങ്കിലുമോ ആരെല്ലാം ആക്രോശിച്ചാലും അടിച്ചാലും തല്ലിയാലും കൊന്നാലും അതൊന്നും ഒരു പ്രതിഷേധത്തിന് അർഹത ഉണ്ടാവരുത്. ആര് ചെയ്താലും അതൊക്കെ ഹിന്ദുക്കൾ അനുഭവിച്ചോളണം. മാതൃഭൂമി എന്ന മാധ്യമം, ഇലക്ട്രോണിക് മീഡിയ വളരെ നല്ലൊരു കാര്യം ചെയ്തു. വളരെ സന്തോഷമാണ് അതിനുള്ളത്. പൊന്മുടിയിൽ എവിടെയോ ഒരു ദേവീക്ഷേത്രത്തിന്റെ പേരില് 2 ആടുകളെ
ദേവിക്ക് ബലി കൊടുത്ത ആടുകളെ ഇങ്ങനെ എറിയുന്ന ഒരു ചിത്രം പ്രത്യേക ക്യാമറ വെച്ചെടുത്ത് മാതൃഭൂമി ചാനലിൽ വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. മാതൃഭൂമി ചാനലിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ആക്ഷൻ എടുത്തു. നീചവും നികൃഷ്ടവും നിന്ദ്യവുമായ ആ മൃഗബലി തുടരരുത് എന്നുള്ള നല്ലൊരു സന്ദേശം കൊടുത്ത മാതൃഭൂമി അത് ചെയ്തത്. പക്ഷെ അതേ മാതൃഭൂമി മാധ്യമം ചാനല് ബക്രീദിന്റെ അന്ന് 17 കോടി ആടുകളെ ലോകമെമ്പാടും കൊല്ലുന്നതിൻ്റെ, ഈ കേരളത്തിൽ ഉൾപ്പെടെ കൊല്ലുന്നതിൻ്റെ ഒരു ചിത്രമെങ്കിലും കാണിക്കാൻ ധൈര്യം കാണിക്കുമോ? എന്താ, മുസ്ലിങ്ങൾക്ക് ദൈവത്തിന്റെ പേരിൽ ആടുകളെ കൊല്ലാം, അതുപോലെ ഹിന്ദുക്കൾക്ക് കൊല്ലാൻ പാടില്ല. ഹിന്ദുക്കൾക്ക് കൊല്ലാൻ പാടില്ല എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു. ഒരു അഭിപ്രായ വ്യത്യാസവും അതിനകത്തില്ല. വളരെ നന്നായി അത് ചെയ്തത്. പക്ഷേ മുസ്ലിങ്ങൾ ഇങ്ങനെ ബലി കൊടുക്കുന്നതിനെതിരെ ചെയ്യേണ്ടതല്ലേ, അതും ചെയ്യേണ്ടതല്ലേ? അതെന്തേ അത് ചെയ്യാത്തത്? ശങ്കരാചാര്യര്, കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യർക്കെതിരെ കേരളത്തിൽ ആഞ്ഞടിച്ചു, അദ്ദേഹം കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉള്ള വാർത്ത എത്ര ദിവസങ്ങളാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. അദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടപ്പോ 1 ഇഞ്ച് നീളത്തിലുള്ള വാർത്ത പോലും കൊടുത്തില്ല ഇവിടുത്തെ മാധ്യമങ്ങള്. ശങ്കരാചാര്യരെ തല്ലാനും ആ കാഞ്ചി കാമകോടി പീഠം ശങ്കര മഠം തകർത്ത് തരിപ്പണമാക്കി ആ പത്രസ്വാതന്ത്ര്യം അതോടുകൂടി അവസാനിച്ചു. 850ഓളം കൊലപാതകങ്ങള് വിൻസെന്റ് എന്ന പോലീസ് ഇൻസ്പെക്ടർ പോട്ട ധ്യാന കേന്ദ്രത്തില് നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോ CPMന്റെ ആരാധ്യനായ നേതാവ് പിണറായി വിജയനല്ലേ പോട്ട ധ്യാന കേന്ദ്രത്തിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഇത്രയും കൊലപാതകം നടത്തിയത് അതൊന്നും ഒരു പ്രശ്നമല്ല. അത് പത്രത്തിലും വന്നിട്ടില്ല, മാധ്യമങ്ങളിലും വന്നിട്ടില്ല. ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ലെന്ന് വാദിക്കാൻ ഈ പൂക്കാസാഖ്യം ഇവിടുത്തെ യുക്തിവാദികൾക്കും ബുദ്ധിജീവികൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അതൊക്കെ ന്യായീകരിക്കാൻ ഒരു വിഷമവും ഇല്ലാത്ത പത്രസ്വാതന്ത്ര്യം അഭയ കേസിന് എവിടെ നിൽക്കുന്നു? ഇന്നും CD തരാൻ വിസമ്മതിച്ചവനെതിരെ കേസ്, CD-യിൽ അഡൾട്രേഷൻ വരുത്തിയിട്ടുണ്ടോ എന്ന കേസ്, ഇന്നും ആ കൊലപാതകം നടത്തിയ കന്യാസ്ത്രീയും അതുപോലെ അച്ഛനും സ്വതന്ത്രമായിട്ട് വിഹരിക്കുമ്പോൾ അവിടെ ഈ പത്രസ്വാതന്ത്ര്യത്തിലൂടെ അതെല്ലാം എടുത്തൊന്ന് പൊളിച്ച് കാണിക്കണ്ടേ? അല്ല, പത്രസ്വാതന്ത്ര്യം മാതാമൃതാനന്ദമയിക്കെതിരെ മാത്രം മതിയോ? അതുപോലെ തന്നെ യോഹന്നാന്റെ കയ്യിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് മാതൃഭൂമിയിൽ വന്നത് പ്രകാരം 1000 കോടിയിലധികം രൂപയുടെ അസറ്റ് ഉണ്ട്. ബാക്കി മെറ്റീരിയൽ അസറ്റ് വേറെ. 2000-ത്തിലധികം ഹെക്ടാർ സ്ഥലമുണ്ട്. അപ്പോ ഇവരൊന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലേ? ഫാദർ യോഹന്നാൻ, ബിഷപ്പ് യോഹന്നാന് അവർക്കെതിരെ ഒന്നും ചെയ്യണ്ടേ? അമൃതാനന്ദമയിക്കും സായിബാബയ്ക്കും ശ്രീ രവിശങ്കറിനും എതിരെ തോന്നിയത് ചെയ്യാനും വിളിച്ചു പറയാനും ഇന്റർവ്യൂ നടത്താനും 20 വർഷം പ്രവർത്തിച്ച് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയ വിദേശിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പുറകെ ചെന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് അവനവന്റെ നാടിന് നന്മ ചെയ്യുന്നവരെ അവഹേളിച്ച് അപകീർത്തിപ്പെടുത്ത് ഒരു ഫോറിൻ ക്രിസ്ത്യൻ അജണ്ട നടപ്പാക്കുന്നതാണോ പത്രസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും? വിദേശികളെ നമ്മൾ പുറത്താക്കിയപ്പോഴും വിദേശികൾ പറയുന്നത് ഇന്നും നമുക്ക് വിശ്വസനീയമാണ്. ഈ ദേശത്തിലുള്ള ആയിരക്കണക്കിന് ജനത പറയുന്നതല്ല നമുക്ക് വിശ്വസിക്കാനുള്ളത്. നമുക്ക് ആ വിദേശിയെ ഇന്റർവ്യൂ നടത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവനവന്റെ
തറവാട്ടിലും കുടുംബത്തിലും രാഷ്ട്രത്തിലുമുള്ളവരെ അവഹേളിക്കലും അപകീർത്തിപ്പെടുത്തലും കരിവാരി തേക്കലുമാണ് ഈ പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എങ്കിൽ ചില സാധാരണക്കാർക്ക് പ്രാർത്ഥിക്കാൻ ഒരു വരിയേ ഉണ്ടാവുള്ളൂ. എത്രയോ പേരെ പാമ്പ് കടിക്കുന്നല്ലോ ജഗദീശ്വര, എത്രയോ പേർക്ക് ഇടിവെട്ടേൽക്കുന്നല്ലോ ജഗദീശ്വര. ആ പാമ്പ് കടിയും ആ ഇടിവെട്ടേൽക്കലും ഈ പത്രസ്വാതന്ത്ര്യത്തിന്റെ പേരില് ഈ നാടിനും ഈ സംസ്കാരത്തിനും ഈ പൈതൃകത്തിനും വേണ്ടി രാപ്പകൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉപയോഗിക്കുന്ന പത്രസ്വാതന്ത്ര്യ പ്രവർത്തകർക്ക് നേരെയും കൂടി ഒന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ എന്ന് അറിയാതെ ചിന്തിച്ചു പോവാൻ അവനവന്റെ പാർട്ടിയിൽ പെട്ട 88 വയസ്സായ അച്യുതാനന്ദൻ പോലും പറഞ്ഞു, ആ അമ്മയ്ക്കെതിരെ നടന്നത് കണക്കുകൂട്ടി നടത്തിയ ഒരു അവഹേളനവും ഒരു ക്രിസ്ത്യൻ അജണ്ട പ്രചരണവുമാണെന്ന്. അത് പത്രമാധ്യമങ്ങളിൽ വരണ്ടേ? അതെന്തേ അത് വരാത്തത്? പത്രസ്വാതന്ത്ര്യത്തിന്റെ പേരില് പത്രത്തിലെ ചിലർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം വരുത്തലും ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് വരുത്താതിരിക്കലുമാണെങ്കിൽ ആ മാധ്യമത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ള വ്യക്തിയുടെ മകനോ മരുമകനോ വേണ്ടി എറണാകുളത്ത് ഒരാശുപത്രി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റ് ചിലരുടെ ആശുപത്രിക്കെതിരെ കരിവാരി തേക്കുന്നത് എന്ന് എറണാകുളത്തെ പ്രമുഖ പത്രം എഴുതിയത് ഒന്ന് മറ്റ് പത്രമാധ്യമങ്ങളിലും കൂടി വരണ്ടേ? അതല്ലേ പത്രസ്വാതന്ത്ര്യം? ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും അവനവന് വേണ്ടപ്പെട്ടവൻ പറയുന്നതും അവനവന് വേണ്ടിയിട്ടും അവനവന്റെ പാർട്ടിക്കും അവനവന്റെ മതത്തിനും അവനവന്റെ രാഷ്ട്രീയ ചിന്താധാരയ്ക്കും അനുയോജ്യമായത് എന്തും ഏതും എപ്പോഴും ആർക്കെതിരെയും എഴുതുന്നതാണോ പത്രസ്വാതന്ത്ര്യമെങ്കിൽ ജേർണലിസത്തിൽ ഡിഗ്രി എടുക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണന് ഈ ജേർണലിസം പഠിച്ചത് ഒരു അബദ്ധമായി എന്ന് തോന്നാറുണ്ട്. കാരണം ഇപ്പൊ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ ഒരു നന്മ ചെയ്യുന്ന സംഘടനയെയോ അടിച്ചാക്ഷേപിച്ച് തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്താൽ അത് കോടതി വിധി പറയട്ടെ, കോടതി തീരുമാനിക്കട്ടെ, നിങ്ങൾ എന്തിനാ അതിൽ പങ്കുചേരുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെയോ ആക്രോശിക്കുമ്പോൾ ആ പ്രസ്ഥാനം തകരില്ല, ആ കോർപ്പറേറ്റ് ബിസിനസ് തകരില്ല. പക്ഷേ നന്മ ചെയ്യുന്നവർക്കെതിരെ, സാധാരണ വ്യക്തികളെ സഹായിക്കുന്നവർക്ക് എതിരെ, വിശക്കുന്നവർക്കും വീട് ഇല്ലാത്തവർക്കും അനാഥർക്കും വൃദ്ധർക്കും എല്ലാം വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ ആക്രോശിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, പണ്ട് ദിനകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സുവിശേഷ പ്രാസംഗികനുണ്ടായിരുന്നു. അയാളുടെ അസറ്റ് എത്രയാണെന്ന് ഒന്ന് കോയമ്പത്തൂർ ചെന്ന് നോക്കിയാൽ അറിയാം. ഒന്ന് ജോൺ ബ്രിട്ടാസ് യോഹന്നാനെയും അതുപോലെ തന്നെ ഈ ദിനകരനെയും ഒക്കെ ഒന്ന് ഇന്റർവ്യൂ നടത്തി കൂടായിരുന്നോ? അതുപോലെ തന്നെ ഒരു മുസ്ലിം നേതാവ് മുഹമ്മദ് നബിയുടെ മുടിയും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അസറ്റ് എത്രയാണെന്നൊന്ന് നോക്കിക്കൂടായിരുന്നോ? ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം എല്ലാ ഗവൺമെന്റ് ഫണ്ടും ഡൈവേർട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കൽ പത്രസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാക്കണ്ടേ? അത് ബസ് കത്തിച്ച കേസിലും അനവധി തീവ്രവാദ കേസിലും പ്രതിയായിട്ട് ഇന്നും ജയിലിൽ കിടക്കുന്ന, കോടതി പോലും വിടാത്ത, ജാമ്യം അനുവദിക്കാത്ത വ്യക്തിയുടെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും
അയാളുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അയാളുടെ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവര് ഈ ലോക നന്മ ചെയ്യുന്ന വ്യക്തികളെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നതും തമ്മില് ഒരു വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദവും കാണാൻ നിങ്ങൾക്ക് സാധിക്കണില്ലേ? തീവ്രവാദം ചെയ്തവനെ സപ്പോർട്ട് ചെയ്യുക, നന്മ ചെയ്തവനെ എതിർക്കുന്നതിൽ ഒരു വൈരുദ്ധ്യവുമില്ലേ? അത്രയും നിഷ്പക്ഷനായിരുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്തവനായിരുന്നു ബാംഗ്ലൂരിലെ ജയിലിൽ കിടക്കുന്നതെങ്കിൽ ഇവിടത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ത്യ ഭരിക്കുന്ന നേതാക്കന്മാരും ഉൾപ്പെടെ അദ്ദേഹത്തിനെ വിടിവിച്ച് കിട്ടാൻ കോടതിയിൽ വരെ പോയി വാദിച്ചപ്പോഴും എന്തേ അദ്ദേഹത്തിനെ വിടാൻ പറ്റാത്തത് എന്നൊന്ന് ചിന്തിച്ചൂടെ? അദ്ദേഹത്തിനെ വിട്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, എന്തുകൊണ്ട് കോടതി വിടുന്നില്ല? അങ്ങനെ കോടതി വിടാത്തപ്പോൾ ആ കോടതി പൗരസ്വാതന്ത്ര്യത്തിനെതിരെ ചെയ്യാണ് എന്ന് പറഞ്ഞ് കോടതിക്കെതിരെ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി കയ്യേറുന്നവരാണ്. നന്മ ചെയ്യുന്ന വ്യക്തികളെ അവഹേളിക്കുന്നത് തടഞ്ഞാൽ ആ കോടതി തടയുന്നതും അത് പൗരസ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള പ്രവർത്തനമാണ്. നന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നത് പൗരസ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള പ്രവർത്തനവും, തിന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നത് അത് പൗരസ്വാതന്ത്ര്യത്തിന് അനുകൂലമായിട്ടുള്ളതും പത്രസ്വാതന്ത്ര്യത്തിന് അനുകൂലമായിട്ടുള്ളതും. എത്രയെല്ലാം വൈരുദ്ധ്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇന്ത്യ വിട്ടുപോയ ചിത്രകാരൻ ഇന്ത്യ വിട്ടു പോയപ്പോ കേരളം തേങ്ങിക്കരഞ്ഞു എന്നാണ്. ഏതായാലും അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു മരണമാണ് കിട്ടിയത്. ഈ മണ്ണിൽ മരിക്കാനും ഈ മണ്ണിൽ കുഴിച്ചിടാനും ഈശ്വരാനുഗ്രഹം കൊണ്ട് അവസരം ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഈ നേതാക്കന്മാരുടെ എല്ലാ വീട്ടുകാരുടെ നഗ്നചിത്രവും കൂടി വരയ്ക്കാനൊന്ന് സാധിച്ചിരുന്നു എങ്കിൽ ഗംഭീരമായേനെ. എറണാകുളത്തെ ഒരു കോളേജിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ കുറേ പെൺകുട്ടികളും പിന്നീട് അവരോട് ചേർന്ന ആൺകുട്ടികളും പറയുകയുണ്ടായി, ദേവിയുടെയും ഭാരതമാതാവിൻ്റെയും എല്ലാം നഗ്നചിത്രം വരയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു സ്ത്രീ നഗ്നയായിട്ട് കാണുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ളതെന്ന് ചില മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികൾ വാദിച്ചു. ഞാൻ അതേ സദസ്സിൽ വെച്ച് അവരോട് പറഞ്ഞു, മോളുടെ നല്ല ഒരു നഗ്നചിത്രം വരച്ച് കോളേജിന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ അത് കണ്ണിനൊരു സദ്യയായിരിക്കും. മോളുടെ അമ്മയുടെയും അതുപോലെ തന്നെ നിങ്ങൾ ആണുങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്തവരുടെ അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും സഹോദരിയുടെയും ഒക്കെ നഗ്നചിത്രം ഒന്ന് വരച്ച് ഈ കോളേജിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇലക്ഷൻ വോട്ട് അഭ്യർത്ഥിക്കുന്ന മാതിരി ഈ നഗ്നചിത്രം കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു ടൈറ്റിലും കൂടി കൊടുക്കാൻ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ക്രിസ്ത്യൻ കുട്ടികളോട് പറഞ്ഞു, ഒന്ന് കന്യാമറിയത്തിൻ്റെയും കൂടി വരയ്ക്കാന്ന്. അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. കാരണം അത് അവനവന് നൊന്തുന്ന കാര്യമാണ്, വേദനിക്കുന്ന കാര്യമാണ്. ആരാന്റെ അമ്മയുടെയും ഭാരതമാതാവിൻ്റെയും സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ഹനുമാന്റെയും നഗ്നചിത്രം വരയ്ക്കുമ്പോൾ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേദനിക്കില്ല. കാരണം അവന് വേദനിക്കണമെങ്കിൽ അവന്റെ മതം തൊടണം. അതാണ് സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം നിരോധിച്ചപ്പോ കേരളത്തിലെ പ്രഗത്ഭരായ ബുദ്ധിജീവികളും യുക്തിവാദികളും എല്ലാം മിണ്ടാതിരുന്നത്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബംഗാളിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു പാർട്ടി, കേരളത്തിൽ നിന്ന് വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരു പാർട്ടി, അതുപോലെ പണ്ട് ജീവിച്ചിരുന്ന ബുദ്ധിജീവികൾ എന്ന ടൈറ്റിലിനകത്ത് പെടാൻ യോഗ്യതയില്ലാത്ത കുറെ ഭ്രാന്ത് പിടിച്ച ബുദ്ധിജീവികള്, കുറെ ഇടതുപക്ഷ ചിന്താഗതിക്കാര്, കുറെ പുരോഗമന കലാ സാഹിത്യവേദി പ്രവർത്തകര്, നിങ്ങളുടെ എല്ലാം സംഘടനയില് ആൾക്കാർ കുറയാൻ കാരണം എന്താ? വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങിനെ പോലെ കുറെ എണ്ണങ്ങള് ഇങ്ങനെ പത്രത്തിൽ ഇടയ്ക്ക് കയറി ചില പുലഭ്യം വിളിച്ചു പറയുന്നത് അല്ലാതെ എന്തുകൊണ്ട് പത്രസ്വാതന്ത്ര്യത്തിന്റെ പേരില് TP ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ കൈരളി ചാനലിൽ ബ്രിട്ടാസിന് നടത്തിക്കൂടാ?
അതും വേണ്ടതാണല്ലോ. അദ്ദേഹം ആ ഭാര്യയുടെ വേദന ഒന്ന് അറിയേണ്ടതാണല്ലോ. അതുപോലെ എത്രയോ കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും ഒന്ന് ഇന്റർവ്യൂ നടത്തിക്കൂടെ? അതും പത്രസ്വാതന്ത്ര്യമല്ലേ? അല്ല, കൊന്നവൻ തന്നെ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് പുറത്തു കൊടുക്കാനുള്ളതല്ല എന്ന് പറയുന്നവരെയും ഒന്ന് ഇന്റർവ്യൂ നടത്തിക്കൂടെ? കൊലപാതകം നടത്താൻ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയെ തമസ്കരിച്ച് കൊന്നു കുഴിച്ചു മൂടി ശങ്കര മഠം പോലും അടപ്പിച്ചവർക്ക് ഇതും കൂടി ഒന്ന് ചെയ്യേണ്ടതല്ലേ? അല്ല, പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ നാടിന്റെ പൈതൃകത്തെയും ഇല്ലാതെയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും? എങ്കില് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പത്രസ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കാൻ മാധവൻകുട്ടിയെ പോലെ ചില പേ പിടിച്ച പട്ടികളുടെ ശബ്ദം ഉണ്ടാക്കുന്ന കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.